നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 4-ാം തീയതി തിങ്കളാഴ്ച, തിരുവോണം നക്ഷത്രം. തിങ്കളാഴ്ച പിറന്നാൾ വരുന്നത് പൊതുവെ ഭാഗ്യദായകമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്ക് തിരുവോണം നക്ഷത്രത്തിന് 2019 അനുകൂലമാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ കുറച്ചു കാലമായി തടസ്സപ്പെട്ടിരുന്നവർക്ക് വളരെ നല്ലൊരു വർഷമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. പ്രാർത്ഥനയോടുകൂടി അതിനായി പ്രത്യേകം ശ്രമിക്കുക. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ കത്ത് അനീസ് വാനിയത്ത് കോട്ടയ്ക്കൽ. എൻ്റെ നക്ഷത്രം തിരുവോണമാണെന്ന് തോന്നുന്നു. നക്ഷത്രം ശരിയാണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. പോളിടെക്നിക് കഴിഞ്ഞു. ഓട്ടോമൊബൈലാണ് ഇഷ്ടപ്പെട്ട വിഷയം. കോഴിക്കോട് ചെറിയൊരു പണിയുണ്ട്. വയസ്സ് 24. വിദേശത്ത് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നക്ഷത്രം തിരുവോണം തന്നെയാണ്, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. കർമ്മഭാവം, ജോലിയുടെ ഭാവം കർക്കിടകമാണ്. അതുകൊണ്ട് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്, വിദേശധനം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടെന്നറിയുക. ഈ വർഷം അനുകൂലമാണ്. അതുകൊണ്ട് അതിനായി പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചോളൂ. വിദേശ യാത്ര തരപ്പെടാനുള്ള യോഗമുണ്ട്. സാമ്പത്തികമായി നല്ല നിലയിലെത്തുവാനുള്ള ഭാഗ്യവും ഉണ്ട്. നിരാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. പ്രാർത്ഥനയോടുകൂടി അതിനായി പ്രത്യേകം ശ്രമിക്കുക. ചെറിയൊരു ജോലി തരപ്പെടുന്ന ഒരു ദിവസവും ആയി കാണുന്നു. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനയൊക്കെ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ശരീരത്തിന് അല്പം ഒരു ക്ഷീണമോ പഠനകാര്യങ്ങളിൽ അല്പം താല്പര്യക്കുറവോ ഒക്കെ വരുന്നൊരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. ഊർജ്ജസ്വലതയോടുകൂടി പഠനകാര്യങ്ങളിലും ജോലിക്കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ജോലിക്കാര്യങ്ങളിൽ അധിക ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ദിവസമാണ്. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാൻ യോഗമുള്ള ഒരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും തീർത്ഥാടനത്തിനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇന്ന് കൂട്ടുകെട്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രത്യേകം ഇവിടെ പരാമർശിച്ചത്. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. നേട്ടങ്ങൾ കാണുന്നു. ജോലിയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ വരാനുള്ള യോഗമുണ്ട്. കുറച്ചു കാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാകുന്ന ഒരു ദിവസമാണ്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നേട്ടങ്ങൾ, വിദേശത്ത് നിന്ന് നല്ല വാർത്ത കേൾക്കുവാനുള്ള യോഗം, വിദേശധനം വരുവാനുള്ള ഭാഗ്യം, പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും എന്ന് മാത്രമല്ല പുതിയ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ തന്നെയും അധിക പണച്ചെലവ് കാണുന്നു. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സൂചനയും ഇന്ന് കാണുന്നുണ്ട്. ശരീരത്തിന് അല്പം ക്ഷീണമോ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യക്കുറവോ മടിയോ ഒക്കെ വരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. അതുകൊണ്ട് തന്നെ വിനോദം കഴിയുന്നതും കുറയ്ക്കുക. പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സ്കൂളിലും കോളേജിലും അല്പം ഒരു വൈകാരിക പ്രയാസമൊക്കെ വരുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. പുതിയ പ്രസൻറ്റോ
അല്ലെങ്കിൽ ആഭരണമോ ഒക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ദിവസമാണെന്നറിയുക. ദൂരെ യാത്ര കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദൂരദേശത്തു നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നു. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്രയും അലച്ചിലും അല്പമൊരു ക്ലേശവും ഇന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ തന്നെയും സാമ്പത്തികമായി നേട്ടങ്ങളും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് എന്നുള്ള കാര്യം അറിയാം. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. പുതിയ ബിസിനസ്സിനൊക്കെയുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു. വാഹനം വാങ്ങുവാനുള്ള അല്ലെങ്കിൽ വാഹനം ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഗ്രഹത്തിൽ പാർട്ടിഷനുള്ള ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാരികമായ അല്പം ടെൻഷൻസൊക്കെ വരാം. സംസാരവും പെരുമാറ്റവും കഴിയുന്നതും നിയന്ത്രിക്കുക. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം.